രാത്രിയിൽ മകൾ ഫോണിൽ വിളിച്ചതാണ്. 2ാം സെമസ്റ്റർ ഫീസ് ഉടൻ കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. ആ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ കേട്ടത് മകളുടെ മരണവാർത്ത. ഇടുക്കി മാങ്കുളം സ്വദേശിനി നന്ദനയെ ഹോസ്റ്റലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥിനി നന്ദനയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്? മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. എന്നാൽ ഹോസ്റ്റലിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാങ്കുളം സ്വദേശിയും BBA 1ാം വർഷ വിദ്യാർത്ഥിനിയുമായ നന്ദനയെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്റ്റഡി ലീവായതിനാൽ കൂടെയുള്ള കുട്ടികൾ വീട്ടിൽ പോയ സമയത്താണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി മുറി കൊത്തിപ്പൊളിച്ചാണ് അകത്ത് കയറിയത്. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കുട്ടിയുടെ അച്ഛൻ. ഒരിക്കൽ പോലും വേറൊരു മക്കൾക്ക് അങ്ങനെ വരരുത്. അണിച്ച് ആ തൂങ്ങി നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ നിലത്ത് മുട്ടിയാ തൂങ്ങി നിൽക്കുന്നു. അല്ലാണ്ട് മറ്റേ ഇവിടെ ടർക്കിയിരിക്കുന്നു. അല്ല, ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വിളിച്ച് നമ്മൾ 31,000 രൂപ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞ് 31,500 നമ്മൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 മാസത്തെ ഇപ്പൊ പെൻഡിങ് ഉള്ളു. അത് ഫീസ് അതിന് അവര് 125 രൂപ ഫീസ് മറ്റേ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അതിന് പിഴ മേടിക്കുന്നുണ്ട്. അപ്പൊ 2 മക്കളും പഠിച്ചോണ്ടിരിക്കും. ഒരെണ്ണം ബെർലിനിൽ പഠിച്ചോണ്ടിരിക്കുന്നു, ഒരെണ്ണം ഇവിടെ. അപ്പൊ നമ്മള് ചിലപ്പോ ഇച്ചിരി താമസിക്കും. എന്നാലും നമ്മളെ പലിശ നമ്മള് അല്ല, കോളേജിൽ എന്ന് പറഞ്ഞ ഈ വാർഡന്മാർക്ക് ഒരു അണിച്ച് കഴിഞ്ഞ ദിവസം അവര് മറ്റേ പോന്നു പറഞ്ഞു, കൊച്ചു പോന്നു പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോ കൊച്ചു മറ്റേ റൂമിലുണ്ട്. എന്നിട്ട് 2ാമത് വിളിച്ചു. അന്നേരം മറ്റേ കൊച്ചു റൂമിൽ നിൽക്കുക. പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചതുപോലെയുള്ള ദുരൂഹത ഒന്നുമില്ലെന്ന് പോലീസ് ഇൻസ്പെക്ടർ PT വിജോയ് പറഞ്ഞു. പെൺകുട്ടിയിൽ യാതൊരു അസ്വാഭാവികതയും കണ്ടിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി പറഞ്ഞു. ഒന്നുമില്ല. നമ്മുടെ കുട്ടി കോളേജിലും ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു അസ്വാഭാവികതയില്ല ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ പോലീസ് വന്ന് റിപ്പോർട്ട് തരട്ടെ. വീട്ടില് നമുക്കറിയില്ല എന്താണ്. News 18 കോതമംഗലം.